2 മാസത്തെ കൃത്യമായ പ്ലാനിംഗ്. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അമേരിക്ക അറിഞ്ഞിരുന്നില്ല. മൗനാനുവാദം ലഭിക്കില്ല എന്ന ഉറപ്പുള്ളതുകൊണ്ടാവാം അതീവ രഹസ്യമായി ആ ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പല വിശദീകരണങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇസ്രായേലിന് പാളിപ്പോയ കണക്കുകൂട്ടലുകൾ തെറ്റിയ ഏറ്റവും ഒടുവിലത്തെ പതിപ്പ് ഇതാണ്. ഹമാസിന്റെ ഉന്നത നേതാക്കൾ ദോഹയിലെത്തുമെന്ന കാര്യം ഉറപ്പാക്കിയ ശേഷമാണ് ഇസ്രായേൽ ആക്രമണത്തിന് തുനിഞ്ഞത്. നീക്കം സംബന്ധിച്ച് അമേരിക്കയ്ക്ക് നേരത്തെ വിവരം ലഭിക്കാതിരിക്കാൻ ഇസ്രായേൽ പ്രത്യേകം ശ്രദ്ധ നൽകിയിരുന്നു. ഖത്തറിന് മേൽ ആക്രമണം നടത്തുന്നതിനായി 2 മാസത്തിലേറെയായി ഇസ്രായേൽ സൈനിക നടപടികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗാസ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകളുടെ പ്രധാന കേന്ദ്രമായിരുന്നു ദോഹ. അതിലുപരി ഹമാസിന് കാവലൊരുക്കിയ ഒരു സ്ഥലമായി ഖത്തർ തന്നെ മാറി. ഇസ്രയേലിലെ ഉന്നതോദ്യോഗസ്ഥർ പതിവായി സന്ദർശിക്കുന്ന ഇടമായിരുന്നു ദോഹ. ഇസ്രയേൽ മാത്രമല്ല, ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കളുടെ താവളവും കൂടിയായിരുന്നു ഇവിടം. ഹമാസിന്റെ മുഖ്യ മധ്യസ്ഥനായ അൽ ഹയ്യ വർഷങ്ങളായി ദോഹയിലാണ് താമസം. അൽ ഹയ്യയുടെ തലയ്ക്ക് ഇസ്രയേൽ ഇട്ട വിലയാണ് ഈ ഓപ്പറേഷൻ. എന്തുകൊണ്ട് അമേരിക്ക ഇത് അറിയരുതെന്ന് ഇസ്രയേൽ ചിന്തിച്ചു? യുഎസിന്റെ വലിയ സൈനിക സാന്നിധ്യമുള്ള ഒരു പരമാധികാര രാജ്യത്തിനെതിരായ ആക്രമണമായിരിക്കും ഖത്തറിൽ നടത്താൻ പോകുന്നതെന്ന് ഇസ്രയേലിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. വരാനിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് യുഎസ് ഉടൻ തന്നെ ഖത്തറിനെ അറിയിക്കുമെന്നതിനാൽ ആക്രമണത്തെക്കുറിച്ച് ട്രംപ് ഭരണകൂടത്തോട് പറയാൻ ഇസ്രയേൽ അവസാന നിമിഷം വരെ കാത്തിരുന്നു. അതേസമയം ഈ അറിയിപ്പ് ഇരു രാജ്യങ്ങളും എങ്ങനെയാണ് കൈമാറിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഖത്തറിന് മേൽ നടത്താൻ പോകുന്ന ആക്രമണത്തിന് തിങ്കളാഴ്ചയാണ് പ്രാഥമിക അനുമതി ലഭിച്ചത്. ഹമാസിനെ നിരീക്ഷിക്കുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തമുള്ള ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിന് ഒരു നിർണായക രഹസ്യ വിവരം ലഭിക്കുന്നു. യുഎസ് മുന്നോട്ടുവച്ച നിർദ്ദേശം ചർച്ച ചെയ്യാൻ മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥർ ദോഹയിൽ യോഗം ചേരുന്നുവെന്ന വിവരമായിരുന്നു അത്. ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം അൽ ഹയ്യ ആയിരുന്നു. ആളെ തിരിച്ചറിയുന്നത് ഉറപ്പാക്കാൻ ഇസ്രയേൽ ഓപ്പറേഷൻ ഒരു ദിവസത്തേക്ക് വൈകിപ്പിക്കുകയും ചെയ്തു. ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് അന്തിമ അനുമതി ലഭിച്ചത്. അങ്ങനെ ഖത്തർ പോലും ഞെട്ടിയ ആക്രമണം അരങ്ങേറുന്നു. എന്നാൽ ഖത്തർ അധികൃതർക്ക് ഫോൺ കോൾ ലഭിക്കുന്നതിന് 10 മിനിറ്റ് മുൻപ് ആക്രമണം നടന്നു കഴിഞ്ഞു. ആക്രമണത്തിൽ യുഎസിന് ഒരു തരത്തിലുമുള്ള പങ്കില്ലെന്ന് സ്ഥാപിക്കേണ്ടത് ഇസ്രയേലിന്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേൽ വേഗത്തിൽ ഏറ്റെടുത്തു. ഇതൊരു പൂർണ്ണമായും സ്വതന്ത്രമായ ഇസ്രയേലി ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് നെതന്യാഹു വാദിച്ചത്. യുഎസിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയെന്നും വിവരമുണ്ട്. ആക്രമണത്തെ രാഷ്ട്രഭീകരതയെന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി വിശേഷിപ്പിച്ചത്. ഇതുവരെയും സമാധാന ചർച്ചകളിൽ സജീവമായിരുന്ന ഒരു രാജ്യം ആക്രമണത്തോട് രൂക്ഷമായി തന്നെ പ്രതികരിച്ചു. ഹമാസ് ബന്ദികളാക്കിയവരുടെ എല്ലാ പ്രതീക്ഷകളും നെതന്യാഹു തകർത്തുവെന്നും സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയെന്നും ഷെയ്ഖ് അൽ താനി തുറന്നടിച്ചു. ആക്രമണം പൂർണ്ണമായി ഇസ്രയേലിന്റെ തീരുമാനമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് കൈകഴുകി. ഏത് തരം തിരിച്ചടിക്കും ഒപ്പമുണ്ടാകുമെന്ന് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ആവർത്തിച്ച ഉറപ്പും നൽകി. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള തുടക്കമായാണ് ഇസ്രയേൽ ഈ ആക്രമണത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. അൽ ഹയ്യയെയും ചർച്ചാ സംഘത്തെയും വധിക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടുവെന്ന് ചൊവ്വാഴ്ച രാത്രി തന്നെ ഹമാസ് വെളിപ്പെടുത്തുകയും ചെയ്തു. ആക്രമണത്തിൽ അൽ ഹയ്യയുടെ മകനടക്കം 5 താഴെത്തട്ടിലുള്ള ഹമാസ് അംഗങ്ങളും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് കൊല്ലപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേൽ അളന്നുകുറിച്ച് നടത്തിയ പദ്ധതി പാളിപ്പോയി. ലക്ഷ്യം പൂർത്തിയായില്ല എന്ന് മാത്രമല്ല, ഗൾഫ് മേഖലയെ ആകെ ചൊടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രയേൽ. ഇനി നയതന്ത്രപരമോ സാമ്പത്തികമോ ആയ ഏതൊരു തിരിച്ചടിക്കും കരുതിയിരിക്കേണ്ടി വരും ഇസ്രയേലിന്.